إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഖൈസ് ബിൻ ഉബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു ജാലിസൻ ഫി മസ്ജിദിൻ നബവി, ഞാൻ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫദഖല റജുലുൻ അലാ വജീഹി അസറുൽ ഖുശൂ, അങ്ങേയറ്റം ഭക്തി മുഖത്ത് തുളുമ്പുന്ന ഒരു വ്യക്തി പള്ളിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഫഖാലു, അദ്ദേഹത്തെ കണ്ട് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഹാദാ റജുലുൻ മിൻ അഹ്ലിൽ ജന്നഹ്, ഈ വ്യക്തി സ്വർഗാവകാശിയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഫസല്ലാ റകഅതൈനി ഫതജവ്വസ ഫീഹിമാ സുമ്മ ഖറജ്, ആ വ്യക്തി പള്ളിയിൽ പ്രവേശിക്കുകയും ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നമസ്കരിക്കുകയും പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഖൈസ് ബിൻ ഉബാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫതബിഅതുഹു, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ഫഖുൽതു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക ഹീന ദഖൽതൽ മസ്ജിദ്, താങ്കൾ പള്ളിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ഇദ്ദേഹം സ്വർഗത്തിൽ തന്നെയാണ് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, വല്ലാഹി മാ യംബഗി ലിഅഹദിൻ അൻ യഖൂല മാ ലാ യുഅലം, ഒരാൾക്കും അവരുടെ അറിവിൽപ്പെട്ടതല്ലാത്ത ഒന്നും പറയൽ അനിവാര്യമല്ല, അനുവദനീയമല്ല, യോജിച്ചതല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസുഹദ്ദിസുക ലിമദാക്, ഞാൻ സ്വർഗത്തിലാണ് എന്ന് അവർ പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. റഅയ്തു റുഅയ അലാ അഹ്ദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖസസ്തുഹ അലൈഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയും ആ സ്വപ്നം ഞാൻ പ്രവാചകന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കണ്ട സ്വപ്നം ഖൈസ് ബിൻ ഉബാദ് റളിയല്ലാഹു അൻഹുവിന് ഈ വ്യക്തി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ കണ്ടത് വറഅയ്തു കഅന്നി ഫീ റൗള, ഞാൻ ഒരു പൂന്തോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നീട് കുറെ സമയം ആ പൂന്തോപ്പിന്റെ വർണ്ണനകൾ അദ്ദേഹം നൽകാൻ തുടങ്ങി. അതിന്റെ വിശാലതയും അതിന്റെ വലുപ്പവും അവിടെയുള്ള പൂക്കളും അവിടെയുള്ള ഭംഗിയും അലങ്കാരവും ഒക്കെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വസ്തുഹാ ഉമൂദും മിൻ ഹദീദ്, ആ പൂന്തോപ്പിന്റെ നടുവിൽ മധ്യത്തിൽ ഒരു ഇരുമ്പിന്റെ തൂണുണ്ടായിരുന്നു. അതിന്റെ തുടക്കം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും അതിന്റെ ഒടുക്കം
ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്നതുമായിരുന്നു. അതിന്റെ മുകളിൽ ഒരു കൈപ്പിടി ഉണ്ടായിരുന്നു. പുൽത്തു, ഞാൻ ആ പിടിയിലേക്ക് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇർഖ, നീ കയറിപ്പോകൂ എന്ന്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്ക് അവിടേക്ക് കയറിപ്പോകാൻ കഴിയില്ല. അപ്പോൾ എന്റെ പിറകിൽ നിന്നും ഒരു ഭൃത്യൻ എന്റെ വസ്ത്രം ഒന്ന് പൊക്കിത്തന്ന് എന്നെ കയറാൻ സഹായിച്ചു. പിന്നീട് ഞാൻ ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. ആ തൂണിന്റെ ഏറ്റവും ഒടുവിലുള്ള ആ പിടുത്തത്തിൽ ഞാൻ പിടിച്ചു നിന്നു. ഫഖീല ലഹു ഇസ്തംസിഖ്, അപ്പോൾ അതിൽ മുറുകെ പിടിക്കാൻ എന്നോട് കൽപ്പനയുണ്ടായി. ഞാൻ അതിൽ മുറുകെ പിടിച്ചു. പിന്നീട് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. എൻ്റെ കയ്യിൽ ഒരു കൈപ്പിടി ഉണ്ടായിരുന്നു എന്ന്, പിടിക്കാൻ പറ്റുന്ന ഒരു പിടുത്തം, ഒരു കൊളുത്ത് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ കഥ, ഈ സ്വപ്നം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ എന്നോട് പറഞ്ഞു, തിൽക റൗള അൽ ഇസ്ലാം, നീ കണ്ട ആ പൂന്തോപ്പില്ലേ, അത് ഇസ്ലാമാകുന്നു. വദാലിക്കൽ അമൂദു അമൂദുൽ ഇസ്ലാം, ആ നെടുന്തൂണുണ്ടല്ലോ, അതാണ് ഇസ്ലാമിന്റെ നെടുന്തൂൺ, അതാണ് നമസ്കാരമാകുന്ന നെടുന്തൂൺ. വതിൽകൽ ഉർവ ഉർവത്തുൽ ഉസ്ഖാ, നീ പിടിച്ച ആ പിടുത്തമുണ്ടല്ലോ, അതൊരിക്കലും മുറിഞ്ഞു പോകാത്ത ഉർവത്തുൽ ഉസ്ഖാ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ബലിഷ്ഠമായ കയറാണ്. ഫഅൻത അലൽ ഇസ്ലാമി ഹത്താ തമൂത്, നീ മരിക്കുന്നതുവരെയും ഇസ്ലാമിൽ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ആ പിടുത്തമുള്ളായി നീ നേരം പുലർന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് വിശദീകരിച്ചു കൊടുത്തു എന്നാണ്. സുഹൃത്തുക്കളെ, വദാലിക റജുലു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, ആ വ്യക്തിയായിരുന്നു മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഏറെ മഹത്വമുള്ള അറിവും ആത്മാർത്ഥതയും ഭക്തിയും വിനയവും ഒത്തിണങ്ങിയ ഒരു പ്രമുഖ സ്വഹാബി വര്യനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സലാം ഇബ്നുൽ ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബൂ യൂസുഫ് എന്നും അബുൽ ഹാരിസ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അപരനാമം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യഅഖൂബ് നബിയുടെ മകൻ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയിൽ ജനിച്ച, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജൂതമതത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് ആദ്യം ഹിസ്വീൻ എന്നായിരുന്നു എന്നും, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അബ്ദുല്ല എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു കൊടുത്തതായിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രമുഖ ജൂത ഗോത്രമായ ബനൂ ഖൈനുഖയിലെ പ്രമുഖ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. തൗറാത്ത് സമ്പൂർണമായി പഠിച്ച ജൂത പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ജൂതന്മാരുടെ പാരമ്പര്യം നമുക്കറിയാം. ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വളരെയധികം വെറുപ്പും ശത്രുതയും വെച്ചു പുലർത്തുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇസ്ലാമിനെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും നിലകൊള്ളുകയും ചെയ്ത ഇസ്ലാമിന്റെ പ്രത്യക്ഷ ശത്രുക്കളാണ് ജൂതന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവ, ജനങ്ങളിൽ ഏറ്റവും അധികം വെറുപ്പ് വെച്ചു പുലർത്തുന്ന, ഏറ്റവും ശത്രുത കാണിക്കുന്ന ആളുകൾ ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളോട്, അൽ യഹൂദ്, അത് ജൂതന്മാരായിരിക്കും, വല്ലദീന അശ്റഖു, അതോടൊപ്പം ശിർക്ക് ചെയ്യുന്ന ബഹുദൈവാരാധകരായ ആളുകളുമായിരിക്കും. ബഹുദൈവാരാധകരായ ആളുകളും ജൂതന്മാരുമായിരിക്കും വിശ്വാസികളോട് ഏറ്റവും അധികം വെറുപ്പ് കാണിക്കുന്നവരെന്ന് താങ്കൾക്ക് കാണാം പ്രവാചകരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്നാൽ ജൂതന്മാരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, വൽ യഹൂദു ഹും അഹ്ലുൻ ശിഖാഖി വൻ നിഫാഖി വൽ ഇനാദ്, ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിന്റെയും കാപട്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ആളുകളായിരുന്നു. പ്രവാചകന്മാരെ ധിക്കരിച്ചും പ്രവാചകന്മാരിൽ അവിശ്വസിച്ചും പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞും ജീവിച്ച പാരമ്പര്യമാണ് ജൂതന്മാർക്കുണ്ടായിരുന്നത്. ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും സത്യത്തിനെതിരെ നിൽക്കുക എന്ന നിലപാടായിരുന്നു ജൂതന്മാർ സ്വീകരിച്ചിരുന്നത് എന്നൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി ജൂതമതത്തിൽ നിന്ന് ആയിരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സത്യസന്ദേശത്തിലേക്ക് കടന്നു വന്നു. അപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളുകൾക്ക് അതിന് തടസ്സമായത് പ്രധാനമായും
അവിടുത്തെ 10 ആളുകളായിരുന്നു. 10 പേർ അവരുടെ അധികാരം ഉപയോഗിച്ച്, അവരുടെ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച്, അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, ശത്രുത കാണിച്ചുകൊണ്ട് അവർ ഇസ്ലാമിലേക്കുള്ള ഒഴുക്കിനെ തടസ്സം നിന്ന 10 പേരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 പേരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? ലൗ താബഅനി അശ്റത്തും മിനൽ യഹൂദ്. ആ ജൂതന്മാരെ 10 പേരില്ലേ, ഏറ്റവും അധികം കഠിന ശത്രുത കാണിക്കുന്ന 10 പേർ, അവരെങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, അവരെങ്ങാനും ഈ സത്യം മനസ്സിലാക്കിയാൽ, അവരെന്നെ പിൻപറ്റുന്നവരായി മാറിയാൽ, ലം യബ്ക അലാ ലഹ്രിഹാ യഹൂദിയുൻ ഇല്ല അസ്ലം. ഒരു ജൂതനും പിന്നെ മുസ്ലിം ആകാതിരിക്കില്ല. മുസ്ലിം ആകാത്തൊരു ജൂതനും ബാക്കി ഉണ്ടാവുകയില്ല. അത്രത്തോളം ശത്രുത കാണിച്ച 10 പേരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, അതാ ആ 10 പേരെയും ഭേദിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന ചില അനുഭവങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തുറക്കപ്പെടുകയും ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം വിശാലമാവുകയും അത് സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലമ്മാ ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്ന സന്ദർഭം, ഇൻജഫലൻ നാസു ഖിബലഹു, എല്ലാവരും അദ്ദേഹത്തിന്റെ നേരെ ചെന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഖദിമ റസൂലുള്ളാഹ്, ഖദിമ റസൂലുള്ളാഹ്, ഖദിമ റസൂലുള്ളാഹ്. 3 തവണ ഇതാ പ്രവാചകൻ വന്നെത്തിയിരിക്കുന്നു, പ്രവാചകൻ വന്നണഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ഞാനും ആ കൂട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഫജിഅതു ഫിന്നാസി ലിഅൻദുറ ഫലമ്മാ തബയ്യനത് വജ്ഹഹു അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ, ആ പ്രവാചകന്റെ മുഖം കണ്ടപ്പോൾ തന്നെ, ഇതൊരു കള്ളം പറയുന്നവന്റെ മുഖമല്ല എന്ന് എന്റെ മനസ്സിലേക്ക് വ്യക്തമാവുകയുണ്ടായി. ഫകാന അവ്വല ശൈഇൻ സമിഅതുഹു തകല്ലമ ബിഹി. ആ ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറയുന്നത്, ഞാൻ കേട്ട വാചകം ഇതായിരുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം വഅത്ഇമുത് തുആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം കേൾക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സമാധാനത്തിന്റെ വാചകമായ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന അഭിവാദ്യം നിങ്ങൾ അധികരിപ്പിക്കണം, വ്യാപിപ്പിക്കണം. വഅത്ഇമുത് തുആം, നിങ്ങളിൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പാവങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. വസിലുൽ അർഹാം, നിങ്ങൾ ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കണം, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർത്തിണക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് നമസ്കരിക്കണം. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. സുഹൃത്തുക്കളെ, ആ വാചകങ്ങളുടെ ഭംഗി പോലും എന്തൊരു സുന്ദരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വാചകങ്ങൾ അങ്ങനെയായിരുന്നു. ജവാമിഉൽ കലിം, കുറഞ്ഞ വാചകങ്ങളിൽ വലിയ ആശയം കോർത്തിണക്കി വാക്കുകളിൽ പ്രാസമൊപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്ശുസ്സലാം അത്ഇമുത് തുആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. മീം കൊണ്ട് അവസാനിക്കുന്ന വാചകങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയാണ്. സുഹൃത്തുക്കളെ, ഈ 4 ഗുണങ്ങൾ നമ്മിലുമുണ്ടോ? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിൽ പറഞ്ഞ 4 നന്മകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ പാലിക്കേണ്ടുന്ന നന്മകളായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് സലാമിനെ വ്യാപിപ്പിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ആരും യഥാർത്ഥ മുഅ്മിനുകളാകാതെ, പരസ്പരം വിശ്വാസികളാകാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ മുഅ്മിനുകളാവുകയുമില്ല. അവല അദുല്ലുക്കും അലാ ശൈ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ പരസ്പരം ഇഷ്ടമുള്ളവരാകും. നിങ്ങൾക്കിടയിൽ വിദ്വേഷവും പകയും മാറിപ്പോകും. പരസ്പരം സ്നേഹിക്കുന്ന ഒത്തൊരുമയുള്ള ആളുകളായി നിങ്ങൾ മാറും. അഫ്ശുസ്സലാമ ബൈനക്കും, അത് നിങ്ങളിൽ സലാമിനെ വ്യാപിപ്പിക്കലാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ഔലൻ നാസി ബില്ലാഹ്
അള്ളാഹുവിനോട് ജനങ്ങളിൽ ഏറ്റവും ബന്ധമുള്ളവൻ മൻ ബദഅഹും ബിസ്സലാം, സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവനാണ്. രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതിൽ സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവൻ അവൻ റബ്ബിനോട് ഏറെ ബന്ധമുള്ളവനാണ് എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച ആ വിഷയത്തിലെ രണ്ടാമത്തെ നന്മ അത്ഇമുത് തആം, ഭക്ഷണം നൽകുക എന്നതാണ്. സുഹൃത്തുക്കളെ, ഭക്ഷിപ്പിക്കുന്നതിന് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നത് നമുക്കറിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം പഠിപ്പിച്ചു. ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ മലമ്പാത താണ്ടി കടക്കണമെന്നും അതെന്താണെന്നും ഖുർആൻ പഠിപ്പിച്ചപ്പോ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കലോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലോ ആണ്. ഭക്ഷണമില്ലാത്ത, വിശപ്പ് സഹിക്കുന്ന, പട്ടിണി കിടക്കുന്ന ഒരയൽവാസിയും നമ്മുടെ വീടിനരികെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ മുഅ്മിനാകുന്നത് എന്നർത്ഥം. ഏറ്റവും ഖൈറുള്ള മുസ്ലിമിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുത്ഇമുത് തആം വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അവൻ ഭക്ഷണം കൊടുക്കും, അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു ഖിയാറുക്കും മൻ അത്അമത് തആം, മനുഷ്യരെ നിങ്ങൾ ഏറ്റവും നല്ലവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധം ചേർക്കലാണ്. അതിന്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ അറിയുന്നവരാണ് നമ്മൾ. ബന്ധങ്ങൾക്ക് ആ ഒരു പവിത്രത കൽപ്പിക്കണം. നാലാമത്തേത് രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നതാണ്. രാത്രി നമസ്കാരത്തിന്റെ മഹത്വവും പലതവണ നാം കേട്ടു പഠിച്ചതാണ്. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ ഹദീസോടുകൂടി അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ സത്യസന്ധനാണെന്ന് ബോധ്യപ്പെടുകയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോഴുണ്ടായ ജൂതന്മാരുടെ പ്രതികരണ രീതി എന്തായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലഗ അബ്ദുല്ലാഹി ഇബ്നു സലാം മഖ്ദമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വന്നിട്ടുണ്ട് എന്ന വാർത്ത അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അറിയുകയും അദ്ദേഹം അവിടേക്ക് കടന്നു വരികയും ഫഖാൽ, എന്നിട്ട് പ്രവാചകനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നി സായിലുക അൻ സലാസ് ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ, ഒരു പ്രവാചകന് വഹയിന്റെ അടിസ്ഥാനത്തിൽ പറയാനല്ലാതെ മറ്റൊരാൾക്കും പറയാൻ കഴിയാത്ത 3 കാര്യങ്ങൾ താങ്കളോട് എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, മാ അവ്വലു അശ്റാത്തിസ് സാഅ, അവസാനമായി അന്ത്യദിനം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വലിയ അടയാളങ്ങളിൽ ആദ്യമായി സംഭവിക്കുന്ന അടയാളം എന്തായിരിക്കും? വമാ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗ്ഗാവകാശികൾക്ക് തിന്നാൻ കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണം എന്തായിരിക്കും? വമിൻ അയ്യി ഷൈഇൻ യൻസിഉൽ വലദു ഇലാ അബീഹി വമിൻ അയ്യി ഷൈഇൻ യൻസിഉ ഇലാ അഖ്വാലിഹി, ഒരു കുഞ്ഞ് ഉമ്മയുടെ മുഖത്തിനോട് സാദൃശ്യമുണ്ടാകുന്നതും ഉപ്പയുടെ മുഖത്തിനോട് സാദൃശ്യമുണ്ടാകുന്നതും എപ്പോഴാണ് എന്ന് ഈ വ്യക്തി ചോദിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഖബ്ബറനി ബിഹിന്ന ആനിഫ, തൊട്ടു മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്ന് വഹ്യ് നൽകിയ 3 കാര്യങ്ങളാണ് നീ ഈ ചോദിച്ചിട്ടുള്ളത്. തൊട്ടു മുമ്പ് ഖബ്ബറനി ബിഹിന്ന ആനിഫൻ ജിബ്രീൽ അലൈഹിസ്സലാം കുറച്ചു മുമ്പ് വന്ന് എനിക്ക് വഹ്യ് തന്ന വിഷയമാണ് നീ ഈ ചോദിച്ചിട്ടുള്ളത്. ഫഖാല, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക അദുവുൽ യഹൂദ് മിനൽ മലായിക, ആ പറഞ്ഞ ജിബ്രീൽ എന്ന മലക്കാണ് ഞങ്ങൾ ജൂതന്മാർക്ക് ഏറ്റവും വെറുപ്പുള്ള മലക്ക്, ഞങ്ങൾക്ക് ഏറ്റവും ശത്രുതയുള്ള മലക്ക് ജിബ്രീലാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ തുടങ്ങി. അമ്മാ അവ്വലു അശ്റാത്തിസ് സഅ ഫനാറുൻ തുഹ്ശറു الناس മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ജനങ്ങളെ മുഴുവൻ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു തീയായിരിക്കും ആദ്യമായി ഉണ്ടാവുക എന്നാണ്. ഒരു തീ വരും, അത് ജനങ്ങളെ മുഴുവൻ തെളിച്ചു കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് മശ്രിഖിൽ നിന്ന് മഗ്രിബിലേക്ക് ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഅമ്മാ അവ്വലു തആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗ്ഗാവകാശികൾ ആദ്യമായി തിന്നുന്ന ഭക്ഷണം ഫസിയാദതു കബ്ദി ഹൂത്ത്, അത് മത്സ്യത്തിന്റെ കരളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിന് പിതാവിന്റെ മുഖത്തിന് സാദൃശ്യം ഉണ്ടാകുന്നത് പിതാവിന്റെ ബീജം അതിജയിക്കുമ്പോഴാണ് എന്നും മാതാവിൻ്റെതാണ് അതിജയിക്കുന്നതെങ്കിൽ മാതാവിനോട് മുഖസാദൃശ്യം ഉണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫഖാൽ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇത് പറഞ്ഞതോടുകൂടി അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ സത്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ദാദാ ജൂതന്മാർ അങ്ങോട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ആദ്യം എന്നെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുക, പിന്നീട് മാത്രം ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് അവരെ അറിയിക്കുക. അദ്ദേഹത്തോട് ഉള്ളിലേക്ക് മാറി നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ജൂതന്മാർ അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അയ്യു റജുലിൻ ഫീക്കും അബ്ദുല്ലാഹ് ഇബ്നു സലാം, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു അബ്ദുല്ലാഹ് ഇബ്നു സലാം ഇല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഖാലു, ഒരേ സ്വരത്തിൽ ഒന്നടങ്കം ജൂതന്മാർ വിളിച്ചു പറഞ്ഞു, അഅലമുനാ വബ്നു അഅലമിനാ, ഞങ്ങളിലെ വല്ലാത്തൊരു പണ്ഡിതൻ, ഞങ്ങളിലെ പണ്ഡിതന്റെ മകൻ, അഖ്യറുനാ വബ്നു അഖ്യരിനാ, ഞങ്ങൾ ഏറ്റവും ഉത്തമൻ, ഞങ്ങൾ ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ മകൻ എന്നവർ പറയാൻ തുടങ്ങി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചു, അഫറഅയ്തു മിൻ അസ്ലമ അബ്ദുല്ലാഹ്, ആ അബ്ദുല്ലാഹ് ഇബ്നു സലാം എൻ്റെ മതത്തിലേക്ക്, യഥാർത്ഥ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഖാലു, അവർ പറഞ്ഞു, അആദല്ലാഹു മിൻ ദാലിക്, അല്ലാഹു അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും ഷഹാദത്ത് കലിമ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ജൂതന്മാർ തിരിച്ചു പറയുകയാണ്, അവനാണ് ഞങ്ങളിൽ ഏറ്റവും മോശക്കാരൻ. ഫഖാലു ശർറുനാ വബ്നു ശർരിനാ, ഏറ്റവും ചീത്ത മനുഷ്യൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരൻ്റെ മകൻ ഇവനാണ് എന്ന് പറയുകയും വവഖഉ ഫീഹി, അദ്ദേഹത്തെക്കുറിച്ച് പല ആരോപണങ്ങളും അവർ പറഞ്ഞുണ്ടാക്കുകയും ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തൗറാത്തിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ജൂതന്മാരിൽ നിന്ന് ചിലർ വന്നു, അവരിൽ ഒരാണും പെണ്ണും വ്യഭിചാരത്തിൽ അകപ്പെട്ടു എന്നറിയുകയും ഇവർക്കെതിരെ എന്ത് ശിക്ഷാ നടപടി എടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂതന്മാർ അഭിപ്രായം ചോദിച്ചപ്പോൾ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിൽ അടിക്കണമെന്നാണ് എന്നവർ പ്രതികരിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ. അവർ തൗറാത്തിൻ്റെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന പേജ് കൊണ്ടുവന്നു. അവർ വായിക്കും മുമ്പ് എറിഞ്ഞു കൊല്ലണമെന്ന ഭാഗം കൈവച്ച് മറച്ചു പിടിച്ചു, അപ്പുറവും ഇപ്പുറവും വായിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈയെടുക്കൂ അവിടെ നിന്ന്. എന്നിട്ട് അവർക്ക് വായിച്ചു കൊടുത്തു. എറിഞ്ഞു കൊല്ലണമെന്നാണ് തൗറാത്തിന്റെ വിധിയെന്ന് അവിടെ പ്രഖ്യാപിക്കുകയും അവരെല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളും അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് എന്ന് തഫ്സീറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വകദാലിക അൻസൽനാ ഇലൈക്കൽ കിതാബ്, ഓ പ്രവാചകരെ, അവർക്ക് വേദഗ്രന്ഥമുള്ളതുപോലെ താങ്കൾക്കും ഇതാ വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. ഫല്ലദീന ആതൈനാഹുമുൽ കിതാബ യുഅ്മിനൂന ബിഹി, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ചിലർ ഇതിൽ വിശ്വസിക്കുന്നതാണ്. വമിൻ ഹൗലാഇ മൻ യുഅ്മിനു ബിഹി, ഈ കൂട്ടത്തിലെ ചില ആളുകളും അതിൽ വിശ്വസിക്കും. വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലൽ കാഫിറൂൻ, കാഫിറുകളല്ലാതെ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല എന്ന ആയത്ത്, അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെയും അതുപോലുള്ള ആളുകളെയും കുറിച്ചാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ജൂതന്മാരാണ് ഏറ്റവും വലിയ ശത്രുക്കളെന്നും അവർ നരകത്തിലാണെന്നും അള്ളാഹുവിൻ്റെ ശാപവും കോപവും അവർക്കുണ്ട് എന്നും സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈസു സവാ, എല്ലാവരും ഒരുപോലെയല്ല. വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാരിൽ എല്ലാവരും ഒരുപോലെയല്ല. ലൈസു സവാ മിൻ അഹ്ലിൽ കിതാബ് ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാതില്ലാഹ് ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ, സുജൂദ് ചെയ്തുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുമുണ്ട് എന്ന ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 113, 114 ആയത്തുകളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നസലത്ത് ഫീമൻ ആമന മിൻ അഖ്ബാരിൽ യഹൂദി കിതാബ് അബ്ദുല്ലാഹി ഇബ്നു സലാം.
അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനെ പോലുള്ള ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെയാണ് ഈ ആയത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും ഒരുപോലെയല്ല, നന്നായ ആളുകളുണ്ട്, നല്ലവരുമുണ്ട് എന്ന് അള്ള പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ ജീവിതം നന്മ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു എന്നാണ് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലിഅഹദി യംശി അലൽ അർളി ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. നടന്നു പോകുന്ന ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഇതാ സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകുന്നു എന്ന് അബ്ദുള്ളയെ കുറിച്ചല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെന്ന്, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രമാണെന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ പണ്ഡിതൻ സ്വഹാബി വര്യൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഔസിനാ ഔസിനാ, അല്ലയോ മുആദ്, ഞങ്ങൾക്കൊന്ന് വസിയത്ത് തരണം, ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. കാല, അദ്ദേഹം പറഞ്ഞു, അജ്ലിസൂനി, എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് താങ്ങിയിരുത്തൂ. അദ്ദേഹത്തെ അവർ താങ്ങിയിരുത്തി. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈമാനും ഇൽമും ജീവിതത്തെ എപ്പോഴും നിലനിർത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫൽതമിസുൽ ഇൽമ അൻ അർബഅത്തി റഹ്ത്, 4 അംഗ സംഘത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇൽമു നേടേണ്ടത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരിക്കും മുമ്പ് സ്വഹാബത്തിനെ ഉപദേശിക്കുകയാണ്, 4 അംഗ സംഘത്തിൽ നിന്ന് നിങ്ങൾ അറിവ് തേടിക്കൊള്ളുക. എന്നിട്ട് അദ്ദേഹം ആ പേരുകൾ പറയാൻ തുടങ്ങി. ഉഐമിർ അബിദ്ദർദാ, അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, വഇൻദ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇഹലോകത്ത് വെച്ച് തന്നെ സ്വർഗ്ഗം ഉറപ്പിച്ച വ്യക്തിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, അവരുടെ ജീവിതം ത്യാഗപൂർണമായിരുന്നു, സത്യസന്ധമായിരുന്നു. നമ്മളും അവരെ മാതൃകയാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽ ഫായിസീന ബിരിദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിത പാഠമായി പണ്ഡിതന്മാർ എണ്ണിപ്പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, അറിവ് തന്നെയാണ് ഹിദായത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നതാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് താൻ ഉണ്ടായിരുന്ന മതത്തിലെ വേദഗ്രന്ഥത്തിലെ അഗാധജ്ഞാനവും അറിവും പാണ്ഡിത്യവും തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ മതത്തിലേക്ക് എത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് എന്നർത്ഥം. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, സത്യം മനസ്സിലായാൽ ഉടൻ സ്വീകരിക്കണം എന്ന പാഠം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിലുണ്ട് എന്നതാണ്. മൂന്നാമത്തേത്, ജൂതന്മാർ എന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളായി കഴിഞ്ഞുകൂടിയവരാണ് എന്നും മലക്കുകളോടും ജിബ്രീലിനോടും അള്ളാഹുവിനോടും പ്രവാചകന്മാരോടും അടക്കം ശത്രുത കാണിക്കുന്നവരാണ് ജൂതന്മാർ എന്നുമാണ്. അവരുടെ മാർഗങ്ങളെ പിന്തുടരാൻ പാടില്ല എന്നും അവരോട് സാദൃശ്യം പുലർത്താൻ പാടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ച 4 ഉപദേശങ്ങൾ, സലാം പറയലും ഭക്ഷണം കൊടുക്കലും രാത്രി നമസ്കാരവും കുടുംബബന്ധം ചേർക്കലും വളരെയധികം ശ്രദ്ധിക്കേണ്ട നന്മകളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത പാഠം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം അതിൻ്റെ നെടുന്തൂണ് നമസ്കാരമാണെന്നും
ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖ ലം ഫിസ്വാമ ലഹാ, സത്യത്തെ പിൻപറ്റുന്നവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് മുറിഞ്ഞു പോകാത്ത കയറിലാണ് എന്നും അദ്ദേഹത്തിൻ്റെ ഈ ജീവിത പാഠം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി പൂർവികന്മാരായ സ്വഹാബികളുടെ ജീവിത രീതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണം റഹ്മാനെ. സത്യം മനസ്സിലാക്കാനും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള സന്മനസ്സ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശാരീരികമായ അസുഖങ്ങൾക്ക് വിധേയമായവരുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ വിഷമം അറിയുന്ന അള്ളാഹുവെ, നീ അവർക്ക് ശിഫ നൽകണം റഹ്മാനെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരം ജുമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.